വേണ്ട നിന്നോട് മിണ്ടില്ല. ഹലോ ഗൈസ്, അപ്പൊ ഞാനും മമ്മിയും ഉണ്ണിയും കൂടെ ചെന്നൈക്ക് പോകട്ടെ. നമ്മുടെ ചിങ്കിരിനെ കാണാൻ പോവാണ്. കുറെ ആയിട്ട് പോകണം വിചാരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഇപ്പൊ കുട്ടികളാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഒരു കുട്ടീനെ കണ്ടു. ആ കുട്ടീനെ കണ്ട് ഞാൻ ഫ്ലാറ്റ്. ട്രെയിൻ കയറിയപ്പോ ഒരു കുട്ടി എന്നെ കണ്ട് ഫ്ലാറ്റ്. എന്താ ചെയ്യാ? പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല കുട്ടികളെന്ന്. എനിക്ക് എടുക്കണം, എനിക്ക് എടുത്താൽ മാത്രം നമുക്ക് പോയിട്ട് നമ്മുടെ ചിങ്കിരിനെ തന്നെ എടുക്കാം. എന്തായാലും ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ചിങ്കിരി പഴയ പോലെ ഒന്നല്ല ഗൈസ്, പണ്ടത്തെ പോലെ അല്ല, മാറി ചിങ്കിരി. കരയാനും അലറാനും മാത്രമേ അറിയാവുള്ളൂ. കണ്ടില്ലേ? പക്ഷെ അവന് ഇടയ്ക്കൊരു സ്വഭാവം ഉണ്ട്. എന്താ വേണ്ട നിന്നോട് മിണ്ടില്ല. മിണ്ടില്ല. വേണ്ട. ഈ ബ്രഷ് കിട്ടിയതിന്റെ ഇപ്പൊ ഈ സോപ്പിടില്ല, അതേപോലെ ഇങ്ങനെ പിടിച്ച് തൂങ്ങും. പിന്നെ അവന്റെ ഉറങ്ങണ സ്റ്റൈൽ ഇങ്ങനെയാണ്. ഉറങ്ങി നീച്ച അവിടുത്തെ പാട്ട് കേൾക്കാൻ വരും. ഇങ്ങനെ പാവം പോലെ ഇരിക്കും. പാട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാറില്ല കേട്ടോ. ഇങ്ങനെ ഒരു വട്ടം ഞാൻ വെച്ചു കൊടുത്തപ്പോ ഇങ്ങനെ വന്നിരിക്കും. കാരണം അവന് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്റെ ഫോണിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കും. എന്തിനാണാവോ വ്ളോഗ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പൊ തന്നെ പഠിച്ചു വരികയാണ് തോന്നുന്നു കുട്ടി. ഇനി അവന്റെ ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ബൈ.